നമസ്കാരം. ജന്തർ സമരം ചെയ്ത CJP-ക്കാർക്കെതിരെ TG മോഹൻദാസ് നടത്തിയിട്ടുള്ള വിദ്വേഷ പരാമർശം സമൂഹ മാധ്യമങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലും ഒക്കെ വലിയ ചർച്ചയാകുമ്പോൾ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന ചിലതൊക്കെയുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വാർത്ത. ഒപ്പം പിണറായി വിജയൻ നടത്തിയിട്ടുള്ള പ്രതികരണവും ഈ ഘട്ടത്തിൽ നമ്മൾ നോക്കേണ്ടതുണ്ട്. ആദ്യം തന്നെ TG മോഹൻദാസിനോട് ഒരു കാര്യം പറയാനുണ്ട്. മനുഷ്യരൂപം ഉണ്ടായത് കൊണ്ടായില്ലടോ, മനുഷ്യനാകാൻ കൂടി പഠിക്കണം എന്നുള്ളതാണ്. നല്ല പ്രായമുണ്ടല്ലേ അയാൾക്ക്? നല്ല പ്രായമുള്ള മനുഷ്യനാണ്. ഇത്രയും വർഷം ഈ ഭൂമിയിൽ ജീവിച്ചിട്ടും ഒരു ദിവസം പോലും മനുഷ്യനായിട്ട് അദ്ദേഹത്തിന് ജീവിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊരു സഹതാപം മാത്രമേ അദ്ദേഹത്തോടുള്ളൂ. നോക്കൂ, ജന്തർ സമരം ചെയ്ത ആ വിദ്യാർത്ഥികൾക്കെതിരെ ഇയാൾ നടത്തിയിട്ടുള്ള ആ വൃത്തികെട്ട നാവ് വെച്ച് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രതികരണം ഏറെ മോശമാണ്, ഏറെ എന്താ പറയാ, നമുക്ക് പൊറുക്കാൻ കഴിയാത്തതാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഇദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പ്രതികരണമാണല്ലോ പൊതുവെ മാധ്യമങ്ങൾ വലിയ ചർച്ചയാകുന്നത്. അതെന്താണ് ആക്കുന്നത്? ആ പ്രതികരണം എന്താണ്? ജന്തർ 4 കിലോമീറ്റർ ചുറ്റളവിൽ കർഫ്യൂ പ്രഖ്യാപിക്കും, ജനക്കൂട്ടത്തോട് പിരിഞ്ഞു പോകാൻ മൈക്കിൽ ആവശ്യപ്പെടും, പിന്നെ വെടിവെക്കും, ശവങ്ങൾ പെറുക്കി ആശുപത്രിയിൽ എത്തിക്കും. ഇതാണ് ഇപ്പോൾ പൊതുവെ മാധ്യമങ്ങൾ ചർച്ചയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിദ്വേഷ പരാമർശം. ഇതെപ്പോ നടത്തി എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ഇന്നലെയോ അല്ലെങ്കിൽ ഇതിന് മുന്നത്തെ ഒരു ദിവസമോ നടത്തിയതല്ല. ഇദ്ദേഹം വളരെ വ്യക്തമായി പറയുകയാണെങ്കിൽ 9 ദിവസങ്ങൾക്ക് മുന്നേ നടത്തിയ ഒരു പ്രതികരണമാണ്. ആ പ്രതികരണം ഇപ്പോഴാണ് വാർത്താ മാധ്യമങ്ങൾക്ക് വലിയ ചർച്ചയാകുന്നത്. ഇപ്പോഴാണ് വാർത്താ മാധ്യമങ്ങൾ ഇത് വലിയ ചർച്ചയാക്കുന്നത്. ഇപ്പോഴാണ് ഇത് പൊതുസമൂഹത്തിലും വലിയ ചർച്ചയാകുന്നത്. എന്തുകൊണ്ട് ഇത് നേരത്തെ ചർച്ചയായില്ല എന്ന് ചോദിച്ചാൽ, അതായത് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് സമൂഹ മാധ്യമങ്ങളാണ്. ആ സമൂഹ മാധ്യമങ്ങളിൽ ഇയാൾ നടത്തിയിട്ടുള്ള പ്രതികരണം വലിയ ചർച്ചയായപ്പോഴാണ്, അതിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നു വന്നപ്പോഴാണ് മാധ്യമങ്ങൾ പോലും ഈ വിഷയം എടുത്ത് ചർച്ച ചെയ്യാനും TG മോഹൻദാസിനെ വിമർശിക്കാനും ഒക്കെ തയ്യാറാകുന്നത്. 9 ദിവസം മുമ്പ് നടന്നൊരു കാര്യമാണെന്ന് ആലോചിക്കണം. അത് ഇന്നലെ നടന്നതുപോലെയാണ്. ഇന്നലെ നടന്ന് ഞങ്ങൾ പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ചു, അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ തന്നെ ചർച്ച ചെയ്യുകയാണെന്ന മട്ടിലാണ് നമ്മുടെ പല മാധ്യമങ്ങളും ഒക്കെ ഇത് അവതരിപ്പിക്കുന്നത്. നോക്കൂ, ഇത് മാത്രമാണോ ഇയാൾ പറഞ്ഞിട്ടുള്ളത്? ഇതുപോലെ തന്നെ വളരെ ഗൗരവകരമായിട്ടുള്ള ഏറ്റവും മോശമായിട്ടുള്ള വിദ്വേഷ പരാമർശം കൂടി അദ്ദേഹത്തിന്റെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? ബലാത്സംഗം കൂട്ടബലാത്സംഗമായിട്ട് നടക്കും, പിന്നെ ദൈവം സഹായിച്ച് അതിന് പരാതി ഉണ്ടാകില്ല. കാരണം ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ടീമാണ്. ഈ വഴിയിലൂടെ ദിവസം കളിയാണ് അവിടെ നടക്കുന്നത് മുഴുവൻ. ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന സ്ത്രീകളുണ്ട്, പെൺകുട്ടികളുണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. സമരം ചെയ്യുന്ന പെൺകുട്ടികൾക്ക്, ഉള്ള പെൺകുട്ടികൾക്കൊക്കെ ബലാത്സംഗമൊക്കെ വലിയ ഇഷ്ടമാണെന്ന് ഇയാളുടെ ആ വൃത്തികെട്ട ശരീരഭാഷ വെച്ച് പറയുന്നത് കണ്ടപ്പോൾ ഒരൊറ്റ പൊട്ടിക്കൽ അവന് വെച്ച് കൊടുക്കാനാണ് തോന്നിയത്. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും തോന്നിക്കാണും. അത്രത്തോളം വൃത്തികെട്ട വിദ്വേഷ പരാമർശമാണ് ഈ TG മോഹൻദാസ് എന്ന് പറയുന്ന വിഷജന്തു നടത്തിയിട്ടുള്ളത്. അയാളുടെ ചെറുമക്കളുടെ പ്രായമുള്ള പിള്ളേരാണ് ജന്തർ സമരം നടത്തിയത്. ആ പിള്ളേരെ പറ്റിയാണ് ഈ ചേറ്റ, അങ്ങനെ തന്നെ വേണം പറയണം, ഈ ചേറ്റ, ഇമാതിരി ചേറ്റ വർത്തമാനം പറഞ്ഞത്. ആരാണ് ഈ TG മോഹൻദാസ്? ഈ TG മോഹൻദാസ് എന്ന് പറയുന്ന ഈ വ്യക്തി RSSന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി നടന്നുകൊണ്ടിരുന്ന ഒരു മൊയന്തല്ലേ. ഒപ്പം BJPക്ക് വേണ്ടി ഇദ്ദേഹം എത്രയോ അന്തിച്ചർച്ചകളിൽ പങ്കെടുത്ത് നമ്മൾ കണ്ടിരിക്കുന്നു അല്ലെ. ആ TG മോഹൻദാസ് പക്ഷെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇദ്ദേഹത്തെ നമ്മൾ എങ്ങും കാണുന്നുണ്ടായിരുന്നില്ല. കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ വിഷജന്തു, ഈ വിഷവിത്ത് മാളത്തിൽ കയറി ഒളിച്ചിരിക്കുകയായിരുന്നു. ഭരണം മാറിയപ്പോ പതിയെ തലപൊക്കി പുറത്തേക്ക് വന്നിരിക്കുന്നു. ഈ സർക്കാർ വരുമ്പോൾ എങ്ങനെയാണ് ഈ ശശികലയ്ക്കും ഷാജനും ഒക്കെ ഇത്ര ഊർജം കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. മാത്രമല്ല, ഈ TG മോഹൻദാസ് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിട്ട് ഈ സമയം വരെ അത് നീക്കം ചെയ്യാനോ മാപ്പ് പറയാനോ ഇയാൾ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. എന്തൊരു ജീവിയാണ് ഇയാൾ അല്ലെ. മാത്രമല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് SFIയുടെ നേതാവ് ഒരു പരാതി കൊടുക്കുമ്പോഴാണ് ആ പരാതിയുമായി ബന്ധപ്പെട്ട് ഇയാൾക്കെതിരെ ഒരു അന്വേഷണത്തിന് ഉത്തരവിടാൻ പോലും ഈ സർക്കാരിന് കഴിയുന്നത്. ഇത്തരം വിഷയങ്ങളിൽ സ്വമേധയാ പോലീസിന് കേസെടുത്ത് ഇയാളെ പിടിച്ച് അകത്തിട്ടൂടെ? എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? ആരെ സുഖിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന ഗവൺമെന്റ് ഇത് ഈ രീതിയിലൊരു ഇരട്ടത്താപ്പ് കാണിച്ചു കൂട്ടുന്നത്? നോക്കൂ, അവിടെ എന്തിനു വേണ്ടിയാണ് ഈ പറയുന്ന വിദ്യാർത്ഥികൾ മുഴുവൻ സമരം നടത്തിയത്? നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ച, CBSE +2 പരീക്ഷയിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചിരിക്കുന്നു. അങ്ങനെ വലിയ ക്രമക്കേടുകൾ കാണിച്ചുകൊണ്ട് ഇനി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടല്ലേ അവിടെ ഈ CJP വലിയ രീതിയിൽ തന്നെ സമരം നടത്തിയത്. ആ സമരം നടത്തിയത് ഇവിടെ ഈ നീറ്റ് പരീക്ഷാ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ജീവനൊടുക്കിയ കുട്ടികൾക്ക് നീതി കിട്ടാൻ വേണ്ടി കൂടിയല്ലേ. 14 പേരാണെന്നേ ഈ നീറ്റ് പരീക്ഷ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ജീവനൊടുക്കിയത്. അപ്പോ ഒരു ലോകസഭ പ്രതിപക്ഷ നേതാവ് പോലും ഈ ഒരു വിഷയത്തിൽ അതിശക്തമായിട്ടുള്ള ഒരു ശബ്ദം ഉയർത്താത്ത സാഹചര്യത്തിലാണ് ഇവിടെ CJP എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ രൂപപ്പെടുന്നതും ശേഷം ജനങ്ങൾക്ക് വേണ്ടി, വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ട് അവർ ജന്തർ മന്ദറിന് മുമ്പിൽ സമരം നടത്തിയതും.
നോക്കൂ, ഒരു ഘട്ടത്തിൽ പോലും ഈ സമരം നടക്കുന്ന സമയത്ത് ലോക്സഭാ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി അങ്ങോട്ടേക്ക് ഒന്ന് കയറി വന്നോ? അഭിജിത് ദീപ്കെ പോലുള്ള ആളുകളെ ഒന്ന് പിന്തുണച്ചുകൊണ്ട് അദ്ദേഹം എവിടെയെങ്കിലും സംസാരിച്ച് നമ്മൾ കേട്ടോ? എന്തിന് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പോലും പറഞ്ഞ് നമ്മൾ കേട്ടോ? ഇല്ലേ ഇല്ല. ഇതൊക്കെ രാഹുൽ ഗാന്ധി ചെയ്യേണ്ടതാണ്. പക്ഷേ രാഹുൽ ഗാന്ധി അത് ചെയ്യുന്നില്ല. രാഹുൽ ഗാന്ധിയിൽ ഈ നാട്ടിലെ യുവാക്കളുടെ യുവതികളുടെ വിശ്വാസം നഷ്ടപ്പെട്ടപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരു കൂട്ടായ്മ വന്നത്. ഇനി ഈ ടി ജി മോഹൻദാസ് ഇത്തരത്തിലുള്ളൊരു പ്രതികരണം നടത്താനുള്ള കാരണം എന്താണ്? അദ്ദേഹം നോക്കിയപ്പോൾ തുടക്കം ഈ CJP സമരത്തിന് വലിയ പിന്തുണ മാധ്യമങ്ങൾ കൊടുക്കുന്നില്ല. ദേശീയ മാധ്യമങ്ങൾ മോദി സ്തുതി പാടുന്നവരാണല്ലോ. അവർ ഈ CJP സമരത്തെ മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോയി എത്തിക്കാൻ വേണ്ടിയാണ് ശ്രമം നടത്തിയത്. ഇവരൊക്കെ ദേശവിരുദ്ധരാണ് എന്ന രീതിയിലുള്ള പ്രതികരണം നടത്താനും അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു പ്രതീതി സൃഷ്ടിക്കാനും ഒക്കെയാണ് ശ്രമം നടത്തിയത്. എന്നാൽ സമൂഹ മാധ്യമങ്ങളിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഇടപെടലുകൾ ആ സമരത്തിന് വലിയ പിന്തുണ ഉണ്ടാക്കി കൊടുത്തു. ഒപ്പം ഇടത് യുവജന സംഘടനകൾ കൂടി ആ സമരത്തിനോടൊപ്പം ചേർന്നപ്പോൾ സമരം കൊഴുത്തു. നിരവധി ആളുകൾ ജന്തർ മന്ദറിലേക്ക് എത്തി. ജന്തർ മന്ദറിൽ ആ സമരം ചെയ്ത ആ കുട്ടികളെ തലയടിച്ചു പൊട്ടിച്ചും അവരെ പല രീതിയിൽ തന്നെ ആക്രമിച്ചും ഒക്കെ തുരത്താൻ വേണ്ടി ഈ അമിത്ഷായുടെ പോലീസും സംഘവും കേന്ദ്ര സൈന്യവും ഒക്കെ ശ്രമം നടത്തിയിട്ടും അവർ തിരിഞ്ഞോടിയില്ലെന്നേ. പിന്നീട് എന്താണ് കാണുന്നത്? ഓരോ ദിവസവും ഈ പറയുന്ന കുട്ടികൾക്ക്, ഈ CJP പ്രവർത്തകർക്ക്, ഈ ഇടത് യുവജന സംഘടനകൾക്ക് വലിയ പിന്തുണ ലഭിക്കുന്ന കാഴ്ച കണ്ടു. പലരും അങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച കണ്ടു. അത് കണ്ടപ്പോ ഈ ടി ജി മോഹൻദാസിന്റെ കാര്യം മനസ്സിലായി, പണി പാളിയെന്ന്. അപ്പോഴാണ് ടി ജി മോഹൻദാസിനെ പോലുള്ള വിഷജന്തുക്കൾ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തി രംഗത്തേക്ക് വന്നത്. കേന്ദ്രത്തിനും കേന്ദ്രമന്ത്രിക്കും മനസ്സിലായി ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഭൂരിഭാഗം ജനങ്ങളുടെയും അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് എന്റെ രാജിയാണ്, ഞാൻ അൺഫിറ്റ് ആണ് എന്ന് അദ്ദേഹത്തിന് പോലും മനസ്സിലായി. പക്ഷേ അദ്ദേഹത്തിന്റെ അത്രയും വെളിവ് പോലും ഈ പറയുന്ന ടി ജി മോഹൻദാസിന് സംഘത്തിനും ഉണ്ടായില്ല എന്നുള്ളതാണ്. CJP പോലുള്ള ഒരു കൂട്ടായ്മയ്ക്ക് വലിയ പിന്തുണ ലഭിക്കുന്നത് കണ്ടപ്പോൾ അതിനെ തകർക്കാൻ വേണ്ടി അവിടെ കൂടുന്ന കൂട്ടത്തെ മറ്റൊരു രീതിയിൽ കരിവാരിത്തേക്കാൻ വേണ്ടിയൊക്കെയാണ് ടി ജി മോഹൻദാസും സംഘവും വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ടുന്ന രീതിയിൽ നുണകൾ പ്രചരിപ്പിച്ചത്. ആ കൂട്ടായ്മ ഇല്ലാതാക്കാൻ വേണ്ടി ഇത്തരത്തിൽ നുണക്കഥകൾ പാടി പാടി നടന്ന ടി ജി മോഹൻദാസ് ഇപ്പോ എവിടെയാണ്? ഒളിവിലാണ്, എവിടെയോ ഒളിച്ചിരിക്കുകയാണ്. പണി വാളുമെന്ന് മൂപ്പർക്ക് ഇപ്പോൾ മനസ്സിലായിരിക്കുന്നു. എന്തായാലും ഈ വിഷയത്തിൽ പിണറായി വിജയൻ നടത്തിയിട്ടുള്ള ഒരു പ്രതികരണം കൂടി ഈ ഘട്ടത്തിൽ നമുക്ക് നോക്കേണ്ടതുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ. അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ എഴുതിയത് ഇങ്ങനെയാണ്: നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ വെടിവെച്ചു കൊല്ലണമെന്ന് പരസ്യമായി ആഹ്വാനം ചെയ്ത തെലങ്കാനയിലെ BJP MP-യുടെയും കേരളത്തിലെ തീവ്ര വലതുപക്ഷ പ്രഭാഷകൻ ടി ജി മോഹൻദാസിന്റെയും നടപടി സമരങ്ങൾ അവസാനിച്ചിട്ട് പോലും സമൂഹത്തിൽ വിദ്വേഷം പടർത്താൻ സംഘപരിവാർ ശക്തികൾ തുടരുന്ന ആസൂത്രിതമായ ശ്രമങ്ങളെയാണ് തുറന്നു കാട്ടുന്നത്. വിയോജിപ്പുകളെ ഉന്മൂലനം ചെയ്യുക എന്ന സംഘപരിവാറിന്റെ ഉള്ളിലിരിപ്പാണ് ഇത്തരം ക്രൂരമായ പ്രസ്താവനകളിലൂടെ പുറത്തു വരുന്നത്. ഡൽഹിയിലെ വിദ്യാർത്ഥി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിൽ സമാധാനപരമായി പ്രതിഷേധിച്ച ജനാധിപത്യ വിശ്വാസികൾക്കെതിരെ കേസെടുക്കാൻ തിടുക്കം കാണിച്ച കേരള പോലീസ് സമരക്കാരെ വെടിവെച്ചു കൊല്ലാൻ ആഹ്വാനം ചെയ്ത ടി ജി മോഹൻദാസിനെതിരെ ഇതുവരെ ഒരു കേസും എടുക്കാൻ തയ്യാറായിട്ടില്ല. സമാധാനപരമായി സമരം ചെയ്യുന്നവർക്കെതിരെ ലാത്തിയെടുക്കുന്ന പോലീസ് പരസ്യമായി കൊലവിളി നടത്തുന്ന സംഘപരിവാർ നേതാക്കൾക്ക് മുമ്പിൽ മുട്ടുമടക്കുന്നത് കേരളത്തിന് അപമാനമാണ്. RSSനെ പ്രീണിപ്പിക്കാൻ വേണ്ടി പോലീസ് സേനയെയും നിയമവ്യവസ്ഥയെയും നോക്കുകുത്തിയാക്കുന്ന സംസ്ഥാന സർക്കാർ നടപടി അംഗീകരിക്കാൻ കഴിയില്ല. ജനാധിപത്യപരമായി പ്രതിഷേധിച്ചവർക്കെതിരെ എടുത്ത കേസുകൾ ഉടൻ പിൻവലിക്കണം. അതോടൊപ്പം കലാപാഹ്വാനം നടത്തിയതിന് അടിയന്തരമായി കേസെടുത്ത് നിയമ നടപടി സ്വീകരിക്കാനും UDF സർക്കാർ തയ്യാറാകണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, ഇവിടെ നീറ്റ് പരീക്ഷ ക്രമക്കേടിനെതിരെ സമരം ചെയ്തവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സമരം ചെയ്ത വേടനടക്കമുള്ള ആളുകൾക്കെതിരെ VD സതീശന്റെ പോലീസ് കേസെടുത്തുന്നേ. എന്നിട്ട് ഇത്തരത്തിലുള്ള വിദ്വേഷ പരാമർശം നടത്തിയിട്ടുള്ള ആൾക്കെതിരെ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്ന് തന്നെയാണ് പിണറായി വിജയൻ ചോദിക്കുന്നത്, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സർക്കാർ ഉടനെ തന്നെ ഈ ടി ജി മോഹൻദാസ് എന്ന് പറയുന്ന വിഷവിത്തിനെ എന്തായാലും പിടിച്ച് അകത്തിടേണ്ടതുണ്ട്. മാനസിക രോഗികൾ മാത്രമേ ഈ രീതിയിലൊക്കെ പ്രതികരിച്ച് കണ്ടിട്ടുള്ളൂ. ഇയാൾക്ക് അത്തരത്തിലുള്ള എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്നുള്ള കാര്യം കൂടി ഒന്ന് ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.